റോഡിനു കുറുകെ മരം വീണ് വനത്തിൽ ഒറ്റപ്പെട്ട വനവാസികൾക്ക് രക്ഷകരായി കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനത്തിൽ 37 കിലോമീറ്ററോളം ഉള്ളിലായി റോഡിൽ മരം വീണതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരെയാണ് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. ഒപ്പം 6 വനവാസി ഉന്നതികളിലേക്കുള്ള റോഡുകളിൽ തടസ്സമായി വീണ് കിടന്ന മരങ്ങൾ മുറിച്ചു നീക്കി. 5-ാം തീയതി രാത്രിയോടെ 2 വാഹനങ്ങളിലായി സ്വന്തം ഊരുകളിലേക്ക് തിരികെ പോയ 12ഓളം വനവാസി വിഭാഗക്കാരാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി റോഡിനു കുറുകെ വീണതുമൂലം വന്യമൃഗങ്ങളുടെ വിഹാരകേന്ദ്രമായ ഉൾവനത്തിൽ കുടുങ്ങിയത്. മുന്നോട്ടു പോകാനായി മരങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിച്ച ജീപ്പ് ഡ്രൈവർമാരിൽ ഒരാളുടെ കാലിൽ മരം വീണതോടെ ജീപ്പ് ഓടിക്കാൻ ആളില്ലാതായി. മരങ്ങൾ നീക്കാനുള്ള ശ്രമവും വിഫലമായി. വിവരമറിഞ്ഞ കോതമംഗലം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷായുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഉദ്യോഗസ്ഥർ ഓഫ് റോഡ് ജീപ്പുകൾ സംഘടിപ്പിച്ച് സംഭവസ്ഥലത്തേക്ക് എത്തി. സേനയുടെ വാഹനങ്ങൾക്ക് കടന്നുവരാൻ സാധിക്കാത്ത ദുർഘടമായ പാത ആയിരുന്നതിനാലാണ് ഓഫ് റോഡ് ജീപ്പുകളുടെ സഹായം തേടിയത്. തുടർന്ന് നിബിഡ വനത്തിൽ ഒറ്റപ്പെട്ടുപോയ വനവാസി വിഭാഗക്കാരെ സുരക്ഷിതമായി അവരവരുടെ വീടുകളിൽ എത്തിച്ചു. രാവിലെ 9-ന് ആരംഭിച്ച രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിച്ചത് രാത്രി 11 മണിയോടെയാണ്. കടപുഴകി വീണ 100 ഇഞ്ച് മുതൽ 150 ഇഞ്ച് വരെ വണ്ണമുള്ള 30ഓളം കാട്ടുമരങ്ങളാണ് മുറിച്ചു നീക്കിയത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽപ്പെടുന്ന വനവാസി ഊരുകളായ വെള്ളാരംകുത്ത്, കത്തിപ്പാറ, ഉറിയംപെട്ടി, തേക്കല്ല്, വെട്ടിക്കല്ല്, മഞ്ചപ്പാറ എന്നീ 6 ഇടങ്ങളിലേക്കുള്ള റോഡുകളാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കിയത്. സീനിയർ ഫയർ ഓഫീസർ സിദ്ദിഖ് ഇസ്മായിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KP ഷമീർ, PK ശ്രീജിത്ത്, OG രാകേഷ് കുമാർ, KK രജീഷ്, ഹോംഗാർഡ് P ബിനു എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഒപ്പം വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്ത് സേനയോടൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ ഇവരുടെ വാഹനങ്ങളും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഊരുകളിലെത്തിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.